ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ബ്രായാണ്, കോട്ടൺ ബ്ര, അതും വെട്ട് തുണികൾ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. 34 ഇഞ്ച് സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൈസ് ലെങ്ത്ത് വിഡ്ത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 34 ഇഞ്ച് സൈസിന് എത്രയാണ് ലെങ്ത്ത്? 7.5 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് 4.25 ഇഞ്ചും. അപ്പോൾ ആ ഒരു അളവിലുള്ള തുണികളാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 28 ആണെങ്കിൽ നിങ്ങൾ 6 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തും, മനസ്സിലായല്ലോ? അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 34. അപ്പോൾ ഈ ഒരു സൈസ് ചാർട്ടിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. 34 സൈസിന് 7.5 നീളം, വീതി 4.25 ഇഞ്ച്. അപ്പോൾ അതുപോലത്തെ പീസ് 4 എണ്ണം കട്ട് പീസ് എടുത്തിട്ടുണ്ട്, അതായത് വെട്ട് തുണി എടുത്തിട്ടുണ്ട്. 4 പീസുകൾ എടുത്തിട്ടുണ്ട്. ദേ മനസ്സിലായല്ലോ? ദേ 4 എണ്ണം. നല്ല കംഫർട്ടബിൾ ആയിരിക്കും, നല്ല കപ്പും അടിപൊളിയായിരിക്കും. അപ്പം 4 പീസുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈസ് ചാർട്ടിനെ ഫോളോ ചെയ്യേണ്ടത് 50 വരെയുള്ള സൈസ് ഉണ്ട്, അതായത് 28 തൊട്ട് 50 വരെയുള്ള നമ്മുടെ ബ്രാ സൈസ് എത്രയാണ് അതിൻ്റെ അളവുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ ഫ്രണ്ട്സ്? ഒന്നും കൂടി കാണിച്ചു തരാം. 7.5 ഇഞ്ചും 4.25 ഇഞ്ചും, അതാണ് നമ്മുടെ 34 സൈസ് ബ്രാ സൈസിൻ്റെ അളവ്. അപ്പോൾ അതിനനുസരിച്ച് വെച്ച ശേഷം ഈ 4 തുണികൾ നമ്മൾ മേലേക്ക് മേലെ നമ്മൾ വെക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ വെക്കണ സമയത്ത് നല്ല വശവും ചേർത്ത് വെക്കണം കേട്ടോ. ഓരോരോ തുണിയും, അതായത് ഒരു തുണി മറ്റൊരു തുണിയുടെ നല്ല വശത്തോട് ചേർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണേ. പ്ലെയിനിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ നീളത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എവിടെയാണോ നമ്മുടെ നീളത്തിൻ്റെ ഫുള്ളിൻ്റെ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തല്ലോ. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത്, ആ വണ്ണത്തിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. കാണുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട്? എന്നിട്ട് ഈ 1 ഇഞ്ചിൽ നിന്നും ഇതിൻ്റെ പകുതിയിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല ഒരു കംഫർട്ടബിൾ കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അവിടെ നിന്നൊരു ചെറിയൊരു കർവ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ സൈസിൻ്റെ അളവുകളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോക്കി അങ്ങോട്ട് ചെയ്താൽ മതി, അളവുകളൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി വരച്ചതിൽ കൂടെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇപ്പോൾ എലാസ്റ്റിക് വെച്ചിട്ട് അല്ലാതെയൊക്കെ എല്ലാം ഞാൻ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 പീസുകളാണ് നമുക്കുള്ളത് ഫ്രണ്ട്സ്, കണ്ടല്ലോ? ദേ മൊത്തം 4 പീസുകൾ, ഇതുപോലത്തെ പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദേ 2 പീസ്. അപ്പോൾ ഈ 2 പീസുകൾ, ഓരോരോ 2 പീസുകളും നല്ല വശം ചേർത്ത് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചെടുക്കുക. കണ്ടല്ലോ? നല്ല വശം ചേർത്ത് വെക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ഈ 2 പീസുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച ശേഷം അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നേരെ ചരിച്ച് ഇതുപോലെ നമ്മൾ തയ്ച്ച് വരിക കേട്ടോ. അതായത് ഞാൻ ചോക്ക് കൊണ്ട് വരയ്ക്കുന്നതിൻ്റെ മേലെ കൂടെ നിങ്ങൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ? 2 പീസിലും, അതായത് ഈ 2 പീസുകൾ വെച്ചിട്ട് നമ്മളത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതുപോലെ തയ്ച്ചെടുക്കാം. നോക്കിക്കോളൂ, ഞാൻ ചോക്ക് കൊണ്ട് വരച്ച അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ അദ്ദേഹത്തിൽ കൂടെ തയ്ച്ച് കൊണ്ടുവരും. ഇത് കണ്ടല്ലോ? ഇങ്ങനെ നമുക്ക് അതിൽ കൂടെ ഫുള്ളായിട്ട് നമുക്ക് തയ്ച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ആ കപ്പ് നല്ല പെർഫെക്റ്റ് കപ്പ് കിട്ടും. ശരിക്കും നല്ല രീതിയിൽ നല്ല ഷേപ്പിലുള്ള കപ്പായിരിക്കും നമുക്കത് കിട്ടുക. അത് കണ്ടല്ലോ? കണ്ടോ? ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈസ് ചാർട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലത്തെ സൈസ് ചാർട്ട് വെച്ച് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ചൂട് കാലത്തൊക്കെ വേർത്ത് ഇതാകുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സംഭവം. അപ്പോൾ 2 പീസുകൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡുകളൊന്ന് മടക്കി അടിക്കണം. ആ ഒരു ട്രയാങ്കിൾ അടിഭാഗമല്ല, മേൽവശത്തേക്കുള്ള, അതായത് ആ ട്രയാങ്കിളുടെ ആ എ ഷേപ്പിൽ അത് നമ്മളൊന്ന് മടക്കി അടിക്കുക. അതായത് 4 ഇഞ്ച് വെച്ച് മടക്കിയാൽ അവിടെ നിന്ന് അങ്ങനെ മടക്കി അടിക്കുക. ഇങ്ങനെ മടക്കി അടിച്ച് വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മടക്കി അടിക്കുക. അടിവശം മടക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം അവിടെ സ്റ്റിച്ച് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 2 വശവും നമുക്കൊന്ന് മടക്കി അടിച്ച് കൊണ്ടുവരാം. 4 ഇഞ്ച് മാത്രമേ 4 ഇഞ്ച് കല്ല് വെച്ച് മടക്കുക, ഒരുപാടിട്ട് മടക്കരുത്. അപ്പോൾ നമുക്കത് തയ്ച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പ് സൈസും കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു 3 ഇഞ്ച് ലെങ്ത്തിൽ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിൻ്റെ മേലേക്ക് ഒന്ന് വെച്ചെടുക്കുക. 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉൾവശത്തേക്ക് പോകും, അറിയില്ല. പിന്നെ നമ്മളെല്ലാം മടക്കി അടിച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ വണ്ണം എടുക്കാം നമുക്ക്. അതായത് ശ്രദ്ധിക്കുക, ഈ ഇത് കണ്ടോ?
ഇതിൻ്റെ വണ്ണം എടുക്കുക, അതായത് 15 ഇഞ്ച്. 15 ഇഞ്ചാണ് ഫ്രണ്ട് പീസിൻ്റെ വണ്ണം അല്ലേ. അപ്പോൾ ഇനി നമുക്കത് അടിയിൽ ബെൽറ്റ് വെച്ച് കൊടുക്കണം. 15 എന്ന് പറയുമ്പോൾ നമുക്കൊരു 17 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലുമുള്ള ബെൽറ്റിനുള്ള പീസ് എടുക്കണം. അതായത് ഈ ഒരു കപ്പിൻ്റെ അടിയിൽ ബെൽറ്റ് വെച്ച് കൊടുക്കണം അതിന്. അപ്പം നമുക്ക് എത്ര 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം, കാരണം മടക്കി അടിക്കാനാണ്. 15 ഇഞ്ചാണ് വേണ്ടത്, കൂടെ ഒരു 3 ഇഞ്ച് കൂടി 2 ഇഞ്ച് കൂടി എടുക്കുക. 2 ഇഞ്ച് എടുക്കുക, 3 ഇഞ്ച് എടുക്കണ്ട, 2 ഇഞ്ച് എടുക്കുക. അപ്പോൾ 17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഇഞ്ച് നമ്മൾ അതിൻ്റെ വണ്ണം 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് വണ്ണമാണ് ആ വിഡ്ത്ത്. ഓക്കെ, ഇതൊന്നും കൂടി കാണിച്ചു തരാം. 15 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 ഇഞ്ച് കൂട്ടിയിട്ട് 17 ഇഞ്ച് നീളത്തിൽ ബെൽറ്റ് എടുക്കുക. വണ്ണം 3 ഇഞ്ച്. മാറിപ്പോയതാണ്, ശ്രദ്ധിച്ചോളൂ. ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് 17 ഇഞ്ച് 3 ഇഞ്ച് വണ്ണം. അപ്പോൾ ഈ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ആയിട്ട് വരും. അപ്പോൾ ആദ്യം 2 അറ്റവും ഒന്ന് മടക്കി അടിക്കുക, ഈ 2 അറ്റവും. എന്നിട്ട് ഈ ഭാഗമില്ലേ, ഈ ഭാഗം ഒരു ഭാഗം മാത്രം മടക്കി അടിക്കുക. അതായത് നമുക്ക് മേൽവശം മാത്രം ഒന്ന് മടക്കി അടിക്കുക. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിതിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബെൽറ്റ് വരിക. അത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ബെൽറ്റ് ഇത് കണ്ട ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം അത് 2 സൈഡും മടക്കി അടിക്കണം. എന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് അടിക്കുക. അടിച്ചിട്ട് മറിച്ച് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ 2 അറ്റം ഒന്ന് മടക്കി അടിക്കേണ്ടത്. അതായത് ആ 3 ഇഞ്ചിൻ്റെ അറ്റമില്ലേ, അറ്റം 2 ഒന്ന് മടക്കി അടിക്കണേ. മടക്കി അടിച്ച ശേഷം അതെ ഇങ്ങനെ വെച്ചിട്ട് അതിനുശേഷം മേൽവശവും കൂടി ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് അതിൻ്റെ അറ്റം. എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ മറക്കരുത്, അത് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ 17 ഇഞ്ച് എടുത്തല്ലോ, അപ്പോൾ അത് കറക്റ്റാക്കി നോക്കി വെച്ചിട്ട് ആ ഇപ്പുറത്തെ സൈഡ് കൂടി അടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ യോജിപ്പിച്ചിട്ടില്ല. ആ 2 അറ്റവും മടക്കി അടിക്കുക. കൂടെ ഇത് കണ്ടത് ഈ ഒരു ഭാഗം കൂടി മടക്കി അടിക്കുക. അപ്പുറത്തെ ഭാഗം മടക്കി അടിക്കരുത്, ആ നീളമുള്ള ഭാഗം ഒരു ഭാഗം മാത്രം മടക്കി അടിക്കുക. വീതിയുള്ള ഭാഗത്തിൻ്റെ 2 വശവും നമ്മൾ മടക്കി അടിച്ചു. ഓക്കെ, ബെൽറ്റിന്. പക്ഷേ ഈ ബെൽറ്റിൻ്റെ നീളമുള്ള ഭാഗത്തിന് നമ്മൾ ഈ ഒരു സൈഡ് മാത്രം ഒരു കാലിഞ്ച് മടക്കിയാൽ മതി. 2 തവണ മടക്കണ്ട, ഒരു തവണ ഒന്ന് മടക്കിയിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി. ഇനി അപ്പം നമുക്ക് വീണ്ടും അതായത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് കൊണ്ടുവരും. അത് കണ്ടോ, ഇങ്ങനെ തിരിച്ച് നമ്മൾ തുണി തിരിച്ച് ഈ ഒരു സൈഡ് മാത്രം, ഇപ്പുറത്തെ സൈഡ് അടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് തയ്യൽ തുമ്പിൽ പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് മാത്രം മടക്കിയാൽ മതി, 2 തവണ മടക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം അത് വീണ്ടും ഒന്ന് പതിച്ചടിക്കുകയെ. മനസ്സിലായല്ലോ ഈ സംഭവം. ഇനി 3 അറ്റവും അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ അടിയിൽ നല്ല വശത്ത് നമ്മുടെ ബെൽറ്റിൻ്റെ നല്ല വശം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മളൊരു 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, അതായത് നമ്മൾ ബെൽറ്റിൽ ഒരു ഭാഗം ബക്കടിച്ചില്ലല്ലോ, ആ ഒരു ഭാഗം ഇതിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുക, അടിക്കുക. അപ്പോൾ സൈഡൊക്കെ നമ്മൾ കറക്റ്റാക്കി മടക്കി വെച്ച് അടിച്ചിരിക്കണം ആദ്യമേ തന്നെ. അതാണ് 2 സൈഡും ബെൽറ്റിൻ്റെ നമ്മൾ മടക്കി അടിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നേരെ നമ്മൾ ഇതിനെ നിവർത്തിയിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടുക. അപ്പോൾ ഓൾറെഡി അവിടെ മടക്കി നമ്മൾ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട ശേഷം ഒന്ന് പതിച്ചടിക്കുക. കണ്ടോ, ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ബെൽറ്റ് ഇല്ലാണ്ട് ഇന്നത് കറക്റ്റായിട്ട് നിൽക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ബെൽറ്റ് ഉണ്ടെങ്കിലേ നമ്മുടെ ആ ഒരു ഇത് താങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം അല്ലേ. ബാക്ക് പീസ് കട്ട് ചെയ്തതിനായിട്ട് ഫ്രണ്ട് പീസിനെക്കാട്ടും നമ്മൾ ഇരട്ടിയല്ല കുറച്ച് കൂടുതൽ എടുക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു 15 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 18 ഇഞ്ച് നീളത്തിലാണ് ബാക്ക് പീസ് എടുക്കേണ്ടത്. ഒരു 3 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഓക്കെ, എല്ലാ സൈസുകാർക്കും അങ്ങനെ തന്നെയാണ്, 3 ഇഞ്ച് കൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ 15 എന്നുള്ളത് ഞാനൊരു 18 ഇഞ്ച് നീളവും എത്ര ഇഞ്ച് വീതി നോക്കാതെ 4 ഇഞ്ച് വീതി. ഇപ്പം എല്ലാ സൈസുകാർക്കും നമ്മളിപ്പോൾ 15 പകരം നിങ്ങൾക്ക് 12 ആണെങ്കിൽ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയെടുക്കാം. ഓക്കെ, 3 ഇഞ്ച് കൂട്ടിയെടുക്കാം. വീതി 4 ഇഞ്ച് തന്നെ എല്ലാവർക്കും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനെ നടുവേന്ന് മടക്കിയ ശേഷം അതിനെ 2 പീസാക്കാം. ബാക്കിലേക്ക് 2 പീസായിട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ 2 പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ നിന്നിങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ ആ ഒരു സ്ട്രാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത്. അപ്പം നമുക്കതിനെ 2.5 ഇഞ്ച്
വീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചരിച്ച് സ്കെയിൽ വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട, നമുക്ക് ഈ സ്ട്രെയിറ്റ് ആയിട്ട് മതിയെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം, കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഹുക്കുകൾ ഒരുപാട് വെച്ച് കൊടുക്കേണ്ടി വരും, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മളത് ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ചരിഞ്ഞ ഭാഗത്തിൻ്റെ എൻഡ് വശത്താണ് ഹുക്കും ഐയും വരുന്നത്. മനസ്സിലായല്ലോ ഫ്രണ്ട്സ്? ഹുക്കും ഐയും വരുന്ന ഏത് ഭാഗത്താണ്? ആ ചരിഞ്ഞ ആ ഒരു ഭാഗത്ത്. ഓക്കെ, അപ്പം ഇങ്ങനെ 2 ഭാഗം കിട്ടിയിട്ടുണ്ട്. 2 ഫ്രണ്ട് ബാക്ക് പീസ് 2 പീസാക്കി വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഒന്ന് മടക്കി അടിക്കുക. ഈ സൈഡും ഒരു 2 തവണ 1/4 ഇഞ്ച് വെച്ച് മടക്കി അടിക്കുക. ആ ചരിഞ്ഞ ഭാഗവും 1/4 ഇഞ്ച് വെച്ച് മടക്കി അടിക്കുക. ഇപ്പുറത്ത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. അപ്പം മനസ്സിലായല്ലോ? ഇവിടെ ജോയിൻ ചെയ്യേണ്ട ആ ഒരു ഭാഗം മാത്രം നമ്മൾ മടക്കി അടിക്കേണ്ട. ഓക്കെ, ആ 2 ഭാഗങ്ങളും നമ്മൾ മടക്കി അടിക്കേണ്ട. ബാക്കി ഇവിടെയും ഒന്ന് നമ്മളൊന്ന് 1/4 ഇഞ്ച് വെച്ച് 2 തവണ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടല്ലോ? അതെ, ഇങ്ങനെ ഇവിടെയും മടക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ മടക്കി അടിച്ചിട്ടില്ല. 2 പീസിൻ്റെയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഫ്രണ്ട്സ്? ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞൊക്കെ നോക്കിക്കോളും. ഇത് നേരെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ 2 സൈഡിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് ബാക്ക് പീസിൻ്റെ 2 സൈഡിലും ഓരോ ഇഞ്ച് കൂടിയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ ഈ തുമ്പ് വശം, അതായത് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ബാക്ക് പീസ് നമുക്ക് അതിൻ്റെ മേലെ വെക്കുക. മേലെ വെക്കുമ്പോൾ ആ നീളമുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ വെക്കേണ്ടത്. ഇത് കണ്ടല്ലോ? ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടെയും അടിക്കുക, ഇവിടെയും അടിക്കുക. ഇത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും, കാരണം ലേഡീസ് നമ്മൾ ഇടുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാകും, അത് എങ്ങനെ വരും, എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചുകളെല്ലാം ഓവർലോക്ക് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതും ഒന്ന് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വള്ളിയാണ് നമുക്കുള്ളത്. വള്ളി നിങ്ങൾക്ക് എലാസ്റ്റിക് വേണമെങ്കിൽ നമ്മുടെ ബ്രാൻ്റെ ഉള്ള എലാസ്റ്റിക്കിൻ്റെ അതേ അളവിൽ എലാസ്റ്റിക് എടുത്ത് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിന് പകരം കോട്ടൻ്റെ വള്ളി വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ 2 അറ്റവും നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ? ബാക്ക് പീസ് റെഡി ആയിട്ട്. അപ്പോൾ ബാക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പീസിനെക്കാട്ടും 2 സൈഡും 1 ഇഞ്ച് കൂടുതൽ ഉണ്ടാവും. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. കണ്ടോ? നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിയിൽ ബെൽറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായി താങ്ങി നിർത്തുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്? പിന്നെ ഇനി നമുക്ക് ഇതിൽ വേണ്ടത് വള്ളിയാണ്. വള്ളിക്കായിട്ട് നമ്മുടെ അളവ് ബ്രാ എടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലുള്ള എലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കാം. അപ്പോൾ നമ്മൾ സെയിം എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ സെയിം തന്നെ അളവെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ എലാസ്റ്റിക്കിന് പകരം നമ്മൾ തുണിയാണ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ 13 ശരിക്കും എലാസ്റ്റിക് വേണ്ടത്. അത് ഞാനിപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് കൂടുതലാണ് എടുക്കുന്നത്. 16 ഇഞ്ച് എടുക്കണ്ട. ഓക്കെ, അപ്പോൾ 16 അല്ലെങ്കിൽ 17 ഇഞ്ച് എടുക്കണ്ട. കാരണം തയ്യൽ തുമ്പ് പോകും. 2 അറ്റവും അടിക്കുമ്പോൾ തന്നെ 1 ഇഞ്ച് പോകും. 3 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ 13 പകരം ഞാൻ 17 ഇഞ്ച് എടുക്കണ്ട്. എലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ സെയിം അളവ് എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട കേട്ടോ. അപ്പോൾ 17 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള 2 തുണികൾ 2 വള്ളിക്കായിട്ട് എടുത്തിട്ടുണ്ട്. തുണികൾക്ക് പകരമായി നിങ്ങൾക്ക് എലാസ്റ്റിക് വേണമെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് വാങ്ങിക്കാം. വേറൊരു കാര്യം, നമുക്ക് ഈ എലാസ്റ്റിക് ഹുക്കും നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. മീഷോയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കി വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ശരിക്കും വള്ളി വേണ്ടത് 13, പക്ഷേ 4 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വണ്ണം എത്രയാണ്? 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ മടക്കിയിട്ട് അടിക്കുക. 2 പീസുകളും ഒന്ന് മടക്കി അടിച്ച് വള്ളിയാക്കി എടുക്കാം. അപ്പോൾ വള്ളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇതിനെ ഒരു പീസ് എന്തായാലും ആ ഭാഗത്താണ് ജോയിൻ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവിടെ ഉൾവശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു ഭാഗം വരേണ്ടത് നമ്മുടെ ഹുക്കിൻ്റെ ഭാഗത്തിൻ്റെ 3 ഇഞ്ച് പുറകിലോട്ടേക്കായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. 3 ഇഞ്ച് കേട്ടോ. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. കണ്ടോ? 3 ഇഞ്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഉൾവശത്തേക്കാക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതുപോലെ മറ്റേ വള്ളി എടുക്കുന്നു. ഒരു ഭാഗം നമ്മുടെ ആ കപ്പിൻ്റെ ആ ഒരു പോയിന്റിൽ നമ്മൾ വെക്കുന്നു. ശേഷം നമുക്ക് അവിടെ വെച്ചിട്ട് അതും അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് എല്ലാ വള്ളികളും യോജിപ്പിച്ചെടുക്കുന്നു. അതോടുകൂടി നമ്മൾ റെഡിയാണ്. പിന്നെ ഹുക്കുമായും എങ്ങനെ വെക്കുകയെന്ന് പറഞ്ഞുതരാം.
നിങ്ങളുടെ കയ്യിൽ പഴയ ഹുക്ക് ബ്രാസിൻ്റെ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഇതിൽ നിന്നും ഹുക്കുമായും എടുത്തിട്ട് നമുക്ക് പുതിയതിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹുക്കുമായും പുതിയത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഈ വള്ളി നമുക്ക് ഒന്ന് കപ്പിൻ്റെ അടിയിലും ഫിക്സ് ചെയ്യുന്നുണ്ട്, മേൽവശത്തേക്കായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ബാക്ക് സൈഡിൽ ഹുക്കിൽ നിന്നും അല്ലെങ്കിൽ കയ്യിൽ നിന്നും 3 ഇഞ്ച് ഉള്ളിലോട്ടേക്കാക്കിയിട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് പകരം എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക് ആകുമ്പോൾ സെയിം അളവ് എടുക്കുക. തുണിയാകുമ്പോൾ 4 ഇഞ്ച് നീളം എക്സ്ട്രാ എടുക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കണ്ടോളൂ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ, നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റത്തും റെഡിമെയ്ഡ് ഹുക്കുമായും വാങ്ങിച്ച് നമുക്ക് വെക്കാം. സാധാരണ നമുക്ക് ഹുക്കുമായും കടയിൽ കിട്ടില്ല, അത് വാങ്ങിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാത്തിനും മടിയുള്ളവർക്ക് ഇങ്ങനത്തെ നമുക്ക് പഴയ സ്ട്രാപ്പിൽ നിന്നും ഇതൊന്നും കേടുവരാൻ സാധ്യതയില്ല. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അത് ഉൾവശത്തായതുകൊണ്ട് നമുക്കത് ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം നമുക്കിങ്ങനെ വെച്ചിട്ട് ആ തുമ്പിലൊന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതും നമുക്ക് ഇങ്ങനെ വെച്ച ശേഷം ഈ ഒരു തുമ്പിൽ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള വെറും 4 വെട്ടുകഷ്ണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും എടുത്തില്ല. ഹുക്കുമായും ഇതിൻ്റെ ആ പീസ്, അതായത് ഹുക്ക്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മളതിൽ ഉണ്ടെങ്കിൽ ഹുക്കുമായി ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് സൈസിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റും ചെയ്യാം ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ. കണ്ടല്ലോ, അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വളരെ യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓരോരോ സൈസുകാരുടെ ഇപ്പോൾ സൈസ് ചാർട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ സൈസ് നോക്കുക, കട്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്നിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് വേറെയുള്ളവർക്കും കൂടി അതൊരു പ്രയോജനകരമാകും. ഇതേ കണ്ടു നോക്കി, നല്ല കപ്പ് സൈസൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡ് കുറച്ച് നീളം കൂടുതലായിരിക്കും, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സെയിം അളവിൽ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ചാർട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക്